നമസ്കാരം. ഈ വേടൻ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു ഗായകനാണ് എന്ന് ഒരുപാട് പാട്ടുകളൊക്കെ പാടി ഒരുപാട് സദസ്സുകളെയൊക്കെ കയ്യിലെടുത്ത വ്യക്തിയാണ് എന്ന് കേൾക്കുന്നു. മാത്രമല്ല പിന്നാക്ക വിഭാഗത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണെന്ന് കൂടി കേൾക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട അധികം വാർത്തകളൊന്നും നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയും ഇതിനെ മറ്റ് ഒരു രീതിയിലേക്ക് കൊണ്ടുപോവുകയും ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ഒരു നെറികെട്ട രാഷ്ട്രീയത്തിന്റെ മുഖം ഈ ഒരു സംഭവത്തിനൊക്കെ തന്നെ നൽകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്. എന്തൊക്കെ വന്നാലും ശരി, അത് ശരിയായ ഒരു നടപടിയാണ് എന്ന് തോന്നുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇയാളുടെ ചില പ്രസ്താവനകളൊക്കെ തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിന്നു. അതായത് രാവണനെ നായകനാക്കിക്കൊണ്ട്, ഇപ്പം രാമനെ കുറിച്ച് അദ്ദേഹത്തിന് വലിയ പിടിയൊന്നുമില്ല. രാവണനെ നായകനാക്കിക്കൊണ്ട്, അതായത് രാവണനാണ് നമ്മുടെ നായകൻ, രാമനെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില പോസ്റ്റുകളും ഇയാളുടെ ചില പ്രസ്താവനകളും ഒക്കെ തന്നെ ചില മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി കൊണ്ട് നടക്കുന്നുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും രാമന്റെ കഥ, രാമനെ അറിയില്ല, രാവണനാണ് നായകനെന്ന് റാപ്പർ വേടൻ. അപ്പം അതിനൊക്കെ ചില അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ ഒക്കെ ഒരു മറുപടി ഉണ്ട്. ബ്രാഹ്മണനാണെന്നും രാമായണം എഴുതിയത് ഒരു വേടനാണെന്നും അറിയാത്ത കഞ്ചാവ് മൊണ്ണയ്ക്ക് രാമൻ ആരാണെന്ന് അറിയാത്തതിൽ ഒരു അത്ഭുതവുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് ഈ ഒരു ചില മറുപടിയൊക്കെ തന്നെ ഇതിന് വന്നിരിക്കുന്നത്, ഈ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വന്നിരിക്കുന്നത്. എന്തൊക്കെയായാലും ബ്രാഹ്മണൻ ആയ രാവണനാണ് തന്റെ നായകൻ എന്ന് ഹിരൺദാസ് എന്നത് ഇയാളുടെ യഥാർത്ഥ പേരാണെന്ന് തോന്നുന്നു, ആദിവാസിയായ വാൽമീകി എഴുതിയ രാമനെ അറിയില്ല, വാൽമീകി രാമനെ കുറിച്ച് എഴുതിയതൊന്നും ഇയാൾക്ക് അറിയില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരുതരം രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിൽ ഇപ്പം നമ്മൾ എല്ലാവരെയും ഒരേപോലെ ചേർത്ത് നിർത്തണം. പ്രത്യേകിച്ചും പിന്നാക്ക ജനവിഭാഗങ്ങൾ, അവർ ഏത് അവസ്ഥയിൽ ജീവിക്കുന്നവരാണെങ്കിലും അവരെ നമ്മൾ നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകണം. അവർക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും രാഷ്ട്രീയ നേതൃത്വങ്ങളും അതുപോലെ തന്നെ പൊതുസമൂഹവും, ഇന്ത്യയുടെ പൊതുസമൂഹവും നൽകണം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം അതിനിടയിലൂടെ രാഷ്ട്രീയം കളിക്കുകയും അതിനിടയിലൂടെ ഒരുതരം ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും നിന്ദിക്കുകയും സംഗീതത്തെ പുച്ഛിക്കുകയും തന്റെ സംഗീതമാണ് ഏറ്റവും മികച്ചത്, അല്ലാത്തതെല്ലാം മോശം, അല്ലെങ്കിൽ അല്ലാത്തതിനെ നമുക്ക് സംഗീതമായി കാണാൻ പറ്റില്ല തുടങ്ങിയ പ്രസ്താവനകളൊന്നും തന്നെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഗണഗീതവുമായി ബന്ധപ്പെട്ട് ശ്രീ മധു മീനച്ചിൽ നടത്തിയ ചില പ്രസ്താവനകളെയൊക്കെ തന്നെ വിമർശിച്ചുകൊണ്ട് പലരും ഇവിടെ രംഗത്ത് വന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു, ഗണഗീതങ്ങൾ എന്നുള്ളത് അത് രാഷ്ട്ര നന്മയെ, മനുഷ്യ നന്മയെ ലക്ഷ്യം വെച്ചുള്ളതാണ്. നമ്മുടെ ഭാരതത്തിന്റെ ആ അജയ്യമായ ചരിത്രത്തെ സൂചിപ്പിക്കുന്നതാണ്. ഗണഗീതം ആരെഴുതുന്നു അല്ലെങ്കിൽ ആര് സംഗീതം കൊടുക്കുന്നു എന്നതിലല്ല, അത് നമ്മുടെ ആ ഒരു ബൗദ്ധിക ആവശ്യങ്ങളെ, നമ്മുടെ ബൗദ്ധിക തലത്തെ ഉദ്ദീപിപ്പിക്കുന്ന, അതിന് കൂടുതൽ കരുത്തു പകരുന്നതാണ്. അതിനിടയിലൂടെ വേടൻ കടന്നു വരികയും രാഷ്ട്രീയം പറയുകയും രാഷ്ട്രീയത്തിന്റെ നെറിയില്ലായ്മ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമാണ്. രാവണനെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ രാവണനെ പൂജിച്ചുകൊള്ളൂ. ശിവഭക്തനായ ബ്രാഹ്മണനായ രാവണൻ ഒരു പ്രതീകമാണ്, അല്ലെങ്കിൽ രാവണന് അതിൻ്റെതായ ഒരു സ്വത്വമുണ്ട്. അദ്ദേഹത്തെ അസുര രാജാവായിട്ടാണ് കരുതുന്നത് എങ്കിലും, തിന്മയുടെ പ്രതീകമായിട്ടാണ്, അല്ലെങ്കിൽ സീതാപഹരണം നടത്തിയ വ്യക്തിയായിട്ടാണ് കരുതുന്നത് എങ്കിലും, ശിവഭക്തനായ, ലോകത്തിന്റെ നന്മ ആഗ്രഹിച്ച ലങ്ക, ഇന്നത്തെ ശ്രീലങ്ക, അന്നത്തെ ലങ്ക, ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് നന്മ ആഗ്രഹിച്ച ഒരു രാവണന്റെ ഒരു പ്രതീകവും ഒരു സ്വത്വവും കൂടിയുണ്ട്. തീർച്ചയായിട്ടും രാമായണം എന്ന് പറയുന്നത് തന്നെ ഒരു വേടനാൽ വാൽമീകിയായത്, വാൽമീകത്തിനിടയിൽ അദ്ദേഹം സാധാരണക്കാരനായ ആമരം ഈമരം എന്ന് പറഞ്ഞ് ആമരം ഈമരം എന്ന് ആവർത്തിച്ച് പറഞ്ഞത് രാമരാമ എന്നാവുകയും അത് രാമായണം കഥയായി, ഇതിഹാസമായി പിന്നീട് പുനർജനിക്കുകയും ചെയ്തതിന്റെ ചരിത്രം കൂടി ഈ ഇദ്ദേഹത്തെ പോലുള്ള, ഈ ഹിരൺദാസിനെ പോലുള്ള ആളുകൾ ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. അതേക്കുറിച്ച് കൂടുതൽ ചർച്ചകളും മറ്റു കാര്യങ്ങളും നടത്തുന്നില്ല. ഈ അഭിപ്രായവും ഈ രാവണനെ കേമനാക്കിക്കൊണ്ടും നായകനാക്കിക്കൊണ്ടും അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകളെ കുറിച്ച് കേട്ടപ്പോൾ അത് ഒന്ന് വിലയിരുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം, അവകാശം അത് ആർക്കുമുണ്ട്, വേടനമുണ്ട്, ആർക്കുമുണ്ട്, നമുക്കുമുണ്ട്. ആരെയും പ്രതീകമായി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വില്ലനായിട്ടോ നായകനാക്കിയോ നിർത്തിക്കൊണ്ട് കഥകൾ എഴുതാം. തീർച്ചയായിട്ടും വയലാർ എഴുതിയത് രാവണപുത്രി എന്ന ആ കവിത ഓർമ്മയില്ലേ? രാവണന്റെ മകളാണ് സീത എന്നുള്ള ആശയം മുന്നിൽ നിർത്തിക്കൊണ്ട്, അതുപോലെ തന്നെ താടക എന്ന ആ രാക്ഷസിയെ, രാമനെ മോഹിച്ച ഒരു ദ്രാവിഡ രാജകുമാരിയായി ആ കാൽപ്പനിക ഭാവത്തിൽ വയലാർ എഴുതിയ കവിതകൾ നമ്മൾ എത്രയോ കേട്ടിരിക്കുന്നു. എല്ലാവിധ ആശംസകളും ഇദ്ദേഹത്തിന് നേരുകയാണ്. ഇദ്ദേഹം രാഷ്ട്രീയമായി ഒരു ഭിന്നതയും മറ്റു കാര്യങ്ങളും കേരള ജനതയ്ക്കിടയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മാത്രമേ നമ്മൾ അപലപിക്കുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ആശയങ്ങളും അഭിപ്രായങ്ങളും തുടരുക തന്നെ വേണം.